CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതിനിധി സമ്മേളന പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ CPM ഘടകം കരുത്തുറ്റതാണെന്നും രാജ്യത്തെ ഏക ഇടതുഭരണമായി പിണറായി സർക്കാർ മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും കേരളത്തിൽ നിന്നാണെന്നും ബദൽ നയ രൂപീകരണത്തിൽ പിണറായിയും കേരളത്തിലെ ഇടത് സർക്കാരും പ്രശംസ അർഹിക്കുന്നെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ അടവ് നയ രൂപീകരണവും രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ടും നിർണായകമാണ്. യെച്ചൂരിയുടെയും കോടിയേരിയുടെയും വിയോഗം പരിഹരിക്കാനാവാത്ത നഷ്ടമാണ്. അന്തർദേശീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നതാകണം സംസ്ഥാന സമ്മേളന ചർച്ചകളും നടപടികളുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേരളത്തിലെ CPMന് വലിയ ഉത്തരവാദിത്തമുണ്ട്. രാജ്യത്തിനാകെ ആവേശം പകർന്ന് ഇടതു നിലപാടുകൾ രാജ്യത്താകെ വ്യാപിപ്പിക്കുവാൻ കഴിയണം. നവകേരള പുതുവഴി നയരേഖ പുതിയ വികസിത കേരളത്തിനുള്ള വഴികാട്ടിയാകും. പുരോഗമന ആധുനിക മതനിരപേക്ഷ വ്യവസായ കേരളമാണ് രേഖ മുന്നോട്ട് വെക്കുന്നത്. സംഘടനാ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന സമ്മേളനമാണിതെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു. കൊല്ലം ടൗൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന സമ്മേളനത്തിൽ 530 പ്രതിനിധികളാണ് സംസ്ഥാനത്തെമ്പാടു നിന്നും പങ്കെടുക്കുന്നത്. രാവിലെ മുതിർന്ന അംഗം AK ബാലൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനത്തിൽ വയ്ക്കും. ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കുവാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് നയരേഖ. പ്രായപരിധി കർശനമാക്കുന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് AK ബാലൻ, ആനാവൂർ നാഗപ്പൻ, PK ശ്രീമതി എന്നിവർ ഒഴിവാകും. P ശശി അടക്കമുള്ളവരെ പുതിയതായി ഉൾപ്പെടുത്തുവാനാണ് സാധ്യത. മാർച്ച് 9 പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സംസ്ഥാന സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും.